എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വണ്ടിയുണ്ട്, എന്നിട്ടും ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ 1 ഡേ ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുക്കുക. ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. നിങ്ങൾക്ക് ആഗ്രഹമില്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് ഉണ്ടാവും അല്ലേ? എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഞാനിത് ബ്രേക്ക് ചെയ്തു, കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ട്, പക്ഷേ ഗിയർ മാറ്റിയിട്ടില്ല. 5th ഗിയർ തന്നെയാണുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറച്ചതേ ഉള്ളൂ. ഞാൻ ഹോൺ അടിച്ചിട്ട് ഞാൻ പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുത്തു. അപ്പം ഇവിടെ ഹോൺ അടിച്ച് എന്തിനാണ് ആ വണ്ടി സൈഡിൽ നിന്ന് കയറുന്നത് കണ്ടുകൊണ്ടാണ് ഹോൺ അടിച്ചത്. അപ്പോൾ ഹോൺ അടിച്ചുകൊണ്ട് അവരൊന്ന് സ്ലോ ആക്കി പതിയെ കയറി. ഞാൻ സ്ട്രെയിറ്റ് പോകുന്ന ആളാണ്, ഞാൻ നിർത്തേണ്ട ആവശ്യമില്ല. എൻ്റെ ബാക്കിലൊക്കെ വേറെ വണ്ടികളുണ്ട്, എനിക്കത് മിററിൽ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് പോയത്. ഇപ്പോൾ ഞാൻ 5th ഗിയർ തന്നെയാണുള്ളത്, ഗിയർ മാറ്റിയിട്ടില്ല. ഇവിടെ എത്തുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു, ഗിയർ ഡൗൺ ചെയ്ത് 4th ഗിയർ ആക്കി. അത്ര മെല്ലെ നമ്മളാവുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യാൻ നമ്മൾ മറന്നു പോയത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അധികം ആളുകൾക്ക് അത് മറന്നു പോകാറുണ്ട്. ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ആക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഓഫായി പോകും. കാരണം എന്താണ്, ഗിയർ ഡൗൺ ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ 4th ഗിയറിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ സ്ലോ ആക്കുന്നു വണ്ടി. 3rd ഗിയറായി. 3rd ഗിയറിൽ പതിയെ പോകുന്നു. ക്ലച്ച് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്നു. ഇവിടെ ചെറിയൊരു ഹമ്പ് പോലെയൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് പോകണം. ഒന്നുകൂടെ വണ്ടി സ്ലോ ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, 2nd ഗിയർ ആക്കുന്നു. 2nd ഗിയറിൽ പതിയെ പോകുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായ ഒരു കറക്റ്റ് കൺട്രോൾ കിട്ടുന്ന ഒരു സ്പീഡിൽ പോവാം. നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്ന സ്പീഡിൽ മാത്രമേ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങളെയും വലിച്ച് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീൽ ഒരിക്കലും ഉണ്ടാവരുത്. കൃത്യമായിട്ട് ഏത് പോയിന്റിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് റോഡിലെ മറ്റൊരു വണ്ടിക്കും ബുദ്ധിമുട്ടില്ലാതെ, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പോലെ ചെയ്യാൻ പറ്റണം. ഞാൻ ഇതാ സ്പീഡ് കൂട്ടി 3rd ഗിയർ ആക്കി. അത്ര കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റിൽ വണ്ടി നിർത്താൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. ഉദ്ദേശിച്ച പോയിന്റിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. ഇപ്പോൾ 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നില്ല. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ പോവുകയാണ്. എതിരെ വണ്ടികളൊക്കെ വരുന്നുണ്ട്, ഞാൻ അധികം അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എൻ്റെ വണ്ടി കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. തൊട്ട് മുന്നിലൊരു ഓട്ടോ ഉണ്ട്. ഓട്ടോൻ്റെ ബാക്ക് ടയർ കാണുന്ന ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് നിർത്തേണ്ടി വന്നേക്കാം. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇതാ ബ്രേക്കും ക്ലച്ചും കൊടുത്തിട്ട് ഗിയർ ഇതാ 2nd ഗിയർ ആക്കി. കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ട്രാഫിക് ജാം വരുന്നുണ്ട്, അതുകൊണ്ടാണ് 2nd ഗിയർ ആക്കിയത്. ഓക്കെ, ഇതേപോലെ നമുക്ക് കൂളായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം. 2nd ഗിയറിൽ പതിയെ പോകുന്നു. ചെറിയൊരു ക്ലച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, വണ്ടി ഓഫായി പോകാതിരിക്കാൻ. ബ്രേക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പതിയെ പതിയെ പോകുന്നു. വീണ്ടും ഹാഫ് ക്ലച്ചാക്കി കുറേശ്ശെ ആക്സിലേറ്റർ കൊടുക്കുന്നു. ഇതേപോലെ മെല്ലെ പോകാൻ നിങ്ങൾ പഠിക്കണം. 2nd ഗിയറിൽ കുറച്ച് ഞാൻ ക്ലച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ പതിയെ പതിയെ പോകാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കണ്ടില്ലേ, പതിയെ പതിയെ പോകുന്നു. ഇവിടെ നിന്നും പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കരുത്. പതിയെ പതിയെ പോകുന്നു. ഒരു ചെറിയ ചെറിയ ഹമ്പുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വണ്ടികൾ സ്ലോ പോകുന്നത് ഇവിടെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ റോഡിലൂടെ ഓടിച്ച് പഠിക്കുക. ഓടിച്ച് പ്രാക്ടീസ് ആവണം. നമ്മളുടെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് കുറേ ട്രിക്കുകളാണ് പറഞ്ഞിരുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ്ങിന് വന്നവർക്ക് സിമ്പിളായിട്ടുള്ള കുറേ ട്രിക്സ് പറഞ്ഞുതരും. ആ ട്രിക്സ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ആരുടെ സഹായവും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ല രീതിയിൽ വളരെ കംഫർട്ടായിട്ട് ഒരു പേടിയും ഇല്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.